ஆனந்த், தேங்க்யூ. எங்களுக்கு சாதிக்காதது உனக்கு சாதிச்சு. இவ்வளவு சந்தோஷிപ്പിച്ചേന് we appreciate you. അയ്യോ പാടില്ല. എന്നോട് നന്ദി പറയുന്നത് മഹാപാവമാണ്. ഞാൻ ഈ കുട്ടിയെ ഇപ്പോ സന്തോഷിപ്പിച്ചു എന്ന് അങ്ങ് പറയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചൊല്ലേ. ഇനിയുള്ള കാലം മുഴുവൻ ഈ മകളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ എന്നെ അനുവദിക്കുമോ? എന്നെ ചൊല്ലാനത്? മനീഷയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മനീഷയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ ഒരു വാച്ച് തരട്ടെ? 100 രൂപ തന്നാൽ മതി. 100 രൂപ. നല്ല 1.5 വാച്ച് സാർ. വാച്ച് വിൽക്കാനുണ്ട്. വാച്ച് അമ്മ, നല്ല 1.5 വാച്ച്. 100 രൂപ തന്നാൽ മതി. 100 രൂപ സാർ. സാർ പ്ലീസ് ഒരു മിനിറ്റ്. ഓ എന്നാ സാർ? സാർ പ്ലീസ്, വിശപ്പ് കൊണ്ട് ഞാനിപ്പോ ചാവും. ഈ വാച്ച് എടുത്തിട്ട് ഒരു 100 രൂപ കൊടുങ്ങ. വേണം, ரொம்ப தொல்லையா போச்சு. போ. ഓ, ഒരു 50 രൂപയെങ്കിലും കൊടുക്കടാ. ரொம்ப சீப்பா இருக்கியா? வேண்டாம். ஒண்ணு சரியா? அது அந்த வாட்சுகள்ல கொண்டு கொடு, அங்க வாங்குவாங்க. எங்க? அந்த பாத்திர கடை பக்கத்துல இருக்கிற வாட்சு கடை, அங்க இதை வாங்குவாங்க. போ. பெரிய தொல்லையா போச்சு. നമസ്കാരം. ഇത് ആനന്ദാണ്. ഒന്നുമില്ല, വെറുതെ ഒന്ന് വിളിച്ചെന്ന് മാത്രം. ഹേയ്, പരിഭ്രമിക്കാനൊന്നുമില്ല. എനിക്കൊരു കുറ്റബോധമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞിരുന്നല്ലോ പണം മുറിയിൽ സൂക്ഷിക്കരുത്, റിസപ്ഷനിൽ കൊടുത്തോളൂന്ന്. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നാളെ ഹൈദരാബാദ് ഫംഗ്ഷന് കൊടുക്കാൻ വെച്ചിരുന്ന 6 ലക്ഷം രൂപ മുറി കയറി ആരോ എടുത്തോണ്ട് പോയി. നെവർ മൈൻഡ്, അപ്സെറ്റ് ആവാതിരിക്കൂ സർ. ഏയ്, ഒരിക്കലുമില്ല. ഹോട്ടൽ ജോലിക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അബദ്ധം പറ്റിയത് എനിക്കാണ്. ഞാൻ പുറത്തു പോകുമ്പോ മുറി പൂട്ടിയിരുന്നില്ല. ആനന്ദ്, ഞാൻ ശീഘ്രം അങ്ങ് വരലാം. വേണ്ട, വരണ്ട സർ. നാളെ രാവിലെ കാണാം. അല്ല, കാലയിലെ ഫ്ലൈറ്റിന് ആനന്ദിന് ഹൈദരാബാദിന് പോകണ്ടേ? അതിപ്പോ എന്ത് ചെയ്യാൻ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറഞ്ഞ വാക്ക് ലംഘിക്കേണ്ടി വരുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ പറ്റി എന്ത് വിചാരിക്കുമോ എന്തോ. സാരമില്ല, ഒരു ടെലിഗ്രാം അടിച്ചു കളയും അല്ലേ സാറേ? அது வேண்டாம் மிஸ் ஆனந்த், நான் வந்ததுக்கு அப்புறம் டிசைட் பண்ணலாம். വേണ്ട സാർ, പ്ലീസ്. ഈ രാത്രിയിൽ സാർ ഇങ്ങോട്ട് വരണ്ട. நோ, யூ ப்ளீஸ் வெயிட் ஃபார் மீ மிஸ் ஆனந்த். நான் வரேன். എന്താച്ചാ ആനന്ദേട്ടൻ എന്താ പറഞ്ഞേ? கேட்டுட்டாங்க. ஏமாளி பசங்க. நம்ம ஹோட்டல்ல நம்ம முറിയില് ഇതുവരെ 6 ലക്ഷം പോச்சு. ആരുടെ? ആനന്ദിന്റെയോ? ஹலோ, புருஷோத்தமா பேசுறேன். இந்த நைட்டில் உங்களை கூப்பிடுறதுக்கு மன்னிச்சிருங்க. எனக்கு உங்களை அவசரமா பார்க்கணும். நான் அங்க வரேன். ஓகே. செல்லையா, வண்டி எடு. നമസ്കാരം. എതിരൊന്നും ചൊല്ലക്കൂടാതെ. இது 6 லட்சம் உண்டு. இது வாங்கி தாத்தீரணும். ஹைதராபாத் ஃபங்க்ஷன் நீங்க கண்டிப்பா போகணும். சார் ப்ளீஸ்,
ഞാൻ ഇന്നുവരെ ആരോടും കടം മേടിച്ചിട്ടില്ല. എന്നാണത് ഇപ്പടിയല്ല? അപ്പൊ நான் ആടുകിட்ட വാങ്ങലേ? അല്ല അത് സാർ ഒന്നും പേശോട് ഉക്കാറ് ഉക്കാറ്. അയ്യോ പെട്ടിയല്ല ഉൾട്ടാ പണിയാച്ചാ. ഓ കാശില്ലാത്തവന്റെ പെട്ടി ഉൾട്ടാ പോട്ട എന്താ സാർ? നീ കവലപ്പെടാ തമ്പി, ഞാൻ പോലീസിക്ക് ഫോൺ പണി. അയ്യോ എന്നെ അയ്യോ ഒന്നുമില്ല. എങ്കിൽ പിന്നെ സാറ് പെട്ടെന്ന് പൊയ്ക്കോളൂ. പോലീസ് സാറിനെ സംശയിക്കണ്ട. എന്നെ എനിക്ക് സംശയിക്കണോ? ആരെ സംശയിക്കും? അതാ പോലീസ്. ഏതായാലും സാറ് കഷ്ടപ്പെട്ട് രാത്രി കൊണ്ടുപോകുന്നല്ലേ. ഇരിക്കട്ടെ, ഹൈദരാബാദ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം അല്ലേ? കണ്ടിപ്പാ അറ്റൻഡ് പണ. ഇത് എൻ കടമൈ. എങ്കിൽ സാറ് പൊയ്ക്കോളൂ. എനിക്ക് ലേശം ധൃതിയുണ്ട്. ഹൈദരാബാദിൽ നിന്ന് ധാരാളം ഫോൺ കോൾസ് വരും. ഓക്കെ ഗുഡ് നൈറ്റ്. വിഷ് യു എ ഹാപ്പി ജേർണി. താങ്ക് യു. മുറി പൂട്ടിക്കോ. പൂട്ടാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇതാണ് പണത്തിന്റെ ചൂണ്ടയിട്ട് പണം പിടിച്ചെടുക്കുന്ന പണി. പാറശാല, യു ആർ ഗ്രേറ്റ്. പോലീസ് പോലും ടാക്സി പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ പോലാമാ? വണ്ടി ഷെட்டுக்கு പോരാ സാർ? ഞാനും വരട്ടെമാ? വേണ്ട സാർ. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് സർ? റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. പുരിയില്ല സാർ. ഞാൻ പണക്കാരനാണ്. എനിക്ക് സാപ്പിടാൻ പറ്റിയ വില പിടിച്ച ഫുഡുകൾ കൊണ്ടുപോവാ. ദോശ, പുട്ട്, കടല അങ്ങനൊന്നും വേണ്ട. ഈ മദാമ്മമാരെന്താ കഴിക്കുക, അത് കൊണ്ടുപോവാ. എനിക്ക് പുരിയില്ല സർ. ബ്രെഡ് ടോസ്റ്റ് ബുൾസൈ. യെസ് ഡ്രിങ്ക്സ് ചെയ്തത് വേണമോ സർ? യെസ് യെസ്. ഓറഞ്ച് ജ്യൂസ്. യെസ്. ടീ ഓർ കോഫി? ടീ, കോഫി നോ. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ജ്യൂസ് എല്ലാം കൊണ്ടുപോവാ. താങ്ക് യു സർ.
I'm sorry, uncle. I spoiled your dress. My goodness. Don't be angry, uncle. Shall I take it? I will wash it and bring. Okay? ഓക്കെ ഓക്കെ Then give it to me. യെസ് Give it to me, uncle. ഓക്കെ Don't you get me? ഓക്കെ What okay? ഇത് വലിയ കുരിശായല്ലോ ഭഗവാനെ. അങ്കിൾ മലയാളിയാണോ? അതെ, മോള് മലയാളിയാണല്ലേ? അതെ. അങ്കിളിന് ഇംഗ്ലീഷ് അറിയില്ലേ? ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം, പക്ഷെ ഞാൻ സംസാരിക്കില്ല. അതെന്താ? ഇംഗ്ലീഷിനോട് എനിക്ക് വെറുപ്പാണ്. ഇംഗ്ലീഷുകാരാണല്ലോ ഇന്ത്യ ഭരിച്ചത്, നമ്മളെ അടിമകളാക്കി. ആ വെറുപ്പാണ് എനിക്ക്. പക്ഷേ അങ്കിൾ സ്പോക്കി എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇംഗ്ലീഷാണോ? പിന്നെ അത് മലയാളമാണോ? നീന, നീ കുസൃതി വല്ലതും ഒപ്പിച്ചോ? ഒപ്പിച്ചതല്ലേ ഡാഡി, അറിയാതെ പറ്റിപ്പോയതാ. പന്ത് വന്ന് ബോട്ടിൽ തട്ടിയപ്പോൾ അങ്കിളുടെ കൊട്ട് സ്പോയിലായി. ഓ സോറി കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ എപ്പോഴും വാൺ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാനാ, കുറുമ്പിച്ചിരി കൂടുതലാ. സോറി. ഏത് ഭാഷക്കാരനാണെന്ന് അറിയാതെ ഞാനങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ആർ യു മലയാളി? Yes, Daddy, but uncle does not like English. Is it? നോ. പിന്നെ ഞാൻ ചുമ്മാ കേരളത്തിൽ എവിടെയാ? കേരളത്തിൽ എവിടെയുമല്ല. ലോങ് ബാക്ക്. ഓ സോറി, ഇംഗ്ലീഷ് വേണ്ടല്ലോ. ഞങ്ങൾ വർഷങ്ങളായി ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്ത പാർട്ടീസാ. എന്താ പേര്? എന്റെ പേര് സത്യവ്രതൻ. അയ്യേ. നീന? മാട്ടുങ്കൽ സത്യവ്രതൻ. ഞാൻ ഈ ഹോട്ടലും സ്ഥലവും വിലക്ക് വാങ്ങാൻ വന്ന. ആണോ അങ്കിൾ? ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. അങ്കിൾ ഇത് വിലക്ക് വാങ്ങിച്ചാൽ നമുക്ക് എപ്പോഴും ഇവിടെ ഒന്ന് താമസിക്കാം, അല്ലേ ഡാഡി? ഷുവർ. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? അല്ലാതെ പറ്റുമോ? മുതലാളി സ്ഥലത്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ താമസിക്കാം. ഞാൻ ആ പാർക്കിൽ കളിക്കാൻ പോട്ടെ ഡാഡി? ഓക്കെ. ദൂരെ എങ്ങും പോയി കളയരുത്. ഓക്കെ ഡാഡി. ഇവിടെ വന്നേ പിന്നെയാണ് അവൾക്ക് പഴയ ഉത്സാഹം വീണ്ടും കിട്ടിയത്. കോടികളും ലക്ഷങ്ങളും ഉണ്ടായിട്ട് എന്താ കാര്യം, മനസ്സമാധാനമില്ലെങ്കിൽ? കോടികളോ? എവിടെ? ശരിയാണ്, ഈ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോടികളുണ്ട്, പക്ഷെ മനസ്സമാധാനം ഇല്ല. എന്തു പറ്റി? അത് പിന്നെ പറയാം. നിങ്ങൾക്ക് എന്താ മനസ്സമാധാനം ഇല്ലാത്തത്? 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഭാര്യ കിണറ്റിൽ വീണ് മരിച്ചു. ആൾമറ കെട്ടാത്ത കിണറായിരുന്നോ? അല്ല, അബദ്ധത്തിൽ പറ്റിയതാണ്. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആര്? ഭാര്യ. അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഇനി നിങ്ങളെങ്കിലും വീഴാതെ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? ഞാൻ വീണ് കഴിഞ്ഞു മിസ്റ്റർ സത്യവ്രതൻ. എപ്പോ? ഒരു മാറാരോഗത്തിന്റെ കിണറ്റിലാണ് ഞാൻ വീണത്. മനസ്സിലായില്ല. ബ്ലഡ് ക്യാൻസർ ആണ് എനിക്ക്. ഏത് നിമിഷവും മരിക്കാം. കൊച്ചിനെ അറിയിച്ചിട്ടില്ല. ഞാൻ പോയാ എന്റെ സ്വത്തെല്ലാം അന്യാധീനപ്പെട്ട് എന്റെ മകൾ വഴിയാധാരമാകുമോന്നാ എന്റെ ഭയം. തികച്ചും ന്യായമായ ഒരു ഭയമാണത്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഹായ് അങ്കിൾ. നോക്ക്, ഈ സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നേരാ, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നേ ഇല്ല അങ്കിൾ. പോകരുത്, ഒരിക്കലും പോകരുത്. പോകയില്ലെന്ന് അച്ഛനോട് പറ. ഞാൻ ഈ ഹോട്ടലിന് നീന ഹോട്ടൽ എന്ന് പേരിടാൻ തീരുമാനിച്ചു. എന്റെ പേരോ? അതെ, നീ എന്റെ മകളാണ്. അല്ല, ഞാൻ ഡാഡിയുടെ മോളാണ്. ആയിരിക്കാം, പക്ഷെ നീ എനിക്ക് എന്റെ മകളെ പോലെ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മകൾ. എന്തിനാ കരയുന്ന? പറയാം, വരൂ. മോളുടെ അമ്മ കിണറ്റിൽ വീണ് മരിച്ചു അല്ലേ? ഡാഡി പറഞ്ഞോ? പറഞ്ഞു. ഇനിയിപ്പോ ഈ ഡാഡി എന്ന് പറയുന്ന മനുഷ്യനും വല്ലതും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തോ എനിക്കൊരു ഭയം. എന്ത് സംഭവിച്ചാലും മോൾക്ക് ഞാനുണ്ട്. അച്ഛനല്ലാത്ത മറ്റൊരച്ഛൻ. മനസ്സിലായോ? ഇല്ല. വരൂ, പറയാം. എല്ലാം ഓരോ നിമിത്തങ്ങളാണ്. ഞാൻ ഈ ഹോട്ടൽ വാങ്ങാൻ വന്നു. ഈ ഹോട്ടലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മോളെ കണ്ടു. എനിക്ക് ഈ ഹോട്ടൽ ഇപ്പൊ വേണ്ട. ഞാൻ എന്റെ മോളുടെ പേർക്ക് ഈ ഹോട്ടൽ വാങ്ങുകയാണ്. ഒരാഴ്ചക്കകം അഡ്വാൻസ് കൊടുക്കും. 1 മാസത്തിനകം രജിസ്റ്റർ ചെയ്യും. അച്ഛനോട് പറഞ്ഞേക്കും.
മിസ്റ്റർ സത്യവ്രതൻ, നിങ്ങൾ ഈ കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ? അവരുടെ പേർക്കല്ലേ സ്വത്തുക്കൾ വാങ്ങേണ്ടത്? അവരുടെ പേർക്ക് കോടിക്കണക്കിനുണ്ട് സർ. കൂട്ടത്തിൽ ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചൂടെ? ഇല്ല, എന്നെ തടയരുത്. ഇന്നോ നാളെയോ ഒന്ന് വെച്ച് മരിക്കാൻ നടക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ മകൾക്ക് ഒരു രക്ഷിതാവ് വേണ്ടേ? പറയൂ. നിങ്ങൾ സന്തോഷത്തോടെ മരിക്കണം. നീനയുടെ കാര്യങ്ങൾ എന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മരിക്കണം. അതിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവളുടെ പേർക്ക് സ്വത്തുക്കൾ വാങ്ങുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു പ്രത്യേക മനുഷ്യനാണെന്ന് തോന്നുന്നു. അല്ല, മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഓക്കെ, എന്നാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? എപ്പോ വേണമെങ്കിലും കൊടുക്കും. എത്രയാണ് അഡ്വാൻസ്? ഒരു 20 ലക്ഷം കൊടുത്തേക്കാം. എന്റെ ഒരു സന്തോഷത്തിന് പകുതി 10 ലക്ഷം ഞാൻ തരാം. 10 ലക്ഷം സാറിനെ പരീക്ഷിക്കുകയാണോ? ഹാ. നോക്കൂ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നു. അച്ഛനോടല്ല, അങ്കിളിനോടാണ് അവൾ ഐസ്ക്രീം വേണോന്ന് ചോദിക്കുന്നത്. പിള്ളയിൽ കള്ളമില്ല സാർ. അവൾ എന്റെ ഓമനയാണ്. നീനമോളെ,